ഇന്ന് നമുക്ക് പാന്റിന് ഇലാസ്റ്റിക് വെക്കാൻ പഠിച്ചാലോ? അതിന് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ അളവിനനുസരിച്ചുള്ള ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പാന്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ സൈഡ് മടക്കി അടിച്ച് വെച്ചിട്ടുണ്ടാവണം കേട്ടോ. അന്നേരം നമുക്ക് ഇലാസ്റ്റിക്കിന്റെ കൂടെ മടക്കി അടിക്കേണ്ടി വരില്ല. പിന്നെ ഇലാസ്റ്റിക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് ഇത് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ അത് ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ ഈ ഇലാസ്റ്റിക്കിന്റെ 4 കോർണറും അതിന്റെ ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അതിന്റെ 4 കോർണറും നമ്മളൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആ മാർക്ക് ചെയ്യുന്ന ആ 4 കോർണറും നമ്മുടെ പാന്റിന്റെ 4 കോർണറിലേക്കും ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണം. അത് നമുക്ക് ആ ഒരു 4 കോർണറും കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇലാസ്റ്റിക് വെക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അതായത് നമ്മുടെ പാന്റിന്റെ ഫ്രണ്ടിലും ബാക്കിലും 2 സൈഡിലും ഓരോ ആ മാർക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഇതുപോലെ ഞാനിപ്പോൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ഭാഗം ഞാനിപ്പോൾ ഇതിങ്ങനെ വച്ച് കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അതുപോലെ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. മാത്രം നമ്മളിങ്ങനെ 4 സൈഡിലും അതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ആ ഇലാസ്റ്റിക് പിന്നെ അവിടെ നിന്ന് മാറില്ല, അതുപോലെ തന്നെ ഇരുന്നോളും. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ഈ 4 സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഇതില്ലേ, അത് ഓരോ മാർക്കിങ്ങും ഓരോ സൈഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് മെസ്സേജ് വന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇലാസ്റ്റിക് വെച്ചിട്ട് ശരിയാവുന്നില്ല, എങ്ങനെ എളുപ്പത്തിൽ ഇലാസ്റ്റിക് വെക്കാന്നൊക്കെ ചോദിച്ച ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് അതിന്റെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിലും ഇലാസ്റ്റിക് വെച്ചിട്ട് ഇതുവരെ ശരിയാവാത്തവരാണെങ്കിലും ഇതിലും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് വേറെ ഇല്ല. ഇതുപോലെ നമ്മൾ ഇപ്പോൾ ഈ 4 കോർണറും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്ന് ലോക്ക് ചെയ്തെടുക്കണം. അതായത് ഇപ്പൊ നമ്മൾ 4 കോർണർ മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് ഉള്ളിലാക്കണ്ടേ. അപ്പൊ നമ്മൾ ഇതിങ്ങനെ സൈഡ് ജോയിൻ ചെയ്യണം. ആ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇലാസ്റ്റിക്കിൽ കയറാതെ തുണി വലിച്ചു പിടിച്ചിട്ട് നമ്മളിങ്ങനെ സൈഡ് ഫുള്ള് ജോയിൻ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണിത്. ഇങ്ങനെ വലിച്ച് അത് ഒന്ന് സെറ്റ് ആക്കി എടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന ഭാഗമൊക്കെ ഇങ്ങനെ ഒന്ന് ലെവലാക്കി എടുത്തു കഴിഞ്ഞിട്ട് ഇതിന്റെ നടുക്ക് കൂടി വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ഇട്ടാൽ മതി. ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ 2 വശവും വലിച്ചു പിടിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഈ സ്റ്റിച്ച് ഇടുമ്പോൾ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും സ്പീഡ് കുറച്ചിട്ടിട്ട് വേണം ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇലാസ്റ്റിക് വെക്കുന്ന ആ പ്രോസസ്സ് കഴിഞ്ഞു നല്ല ഫിനിഷിങ്ങോടെ തന്നെ നമുക്ക് ഇത് കിട്ടും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇലാസ്റ്റിക് വെക്കുന്ന വീഡിയോ. അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഉറപ്പായിട്ടും ശരിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുതേ.